ഹലോ ഗൈസ്, അപ്പോൾ നമ്മളിവിടെ വന്നിരിക്കുന്നത് ഒരു M5 കോമ്പറ്റീഷനും കൊണ്ടാണ് ഗൈസ്. മറ്റേതിൻ്റെ സെക്കൻഡ് പാർട്ട് ഇനി ചിലപ്പോഴായിട്ടുണ്ടാവുള്ളൂ ഗൈസ്. അത് ചിലപ്പോൾ ഒരു വർഷമോ അല്ലെങ്കിൽ കുറച്ച് മാസങ്ങളോ കുറച്ച് ദിവസങ്ങളൊക്കെ എടുക്കും. മറ്റവനെ വന്നിട്ടില്ല, അവൻ പോയി. അപ്പോൾ ഗൈസ് നമ്മൾക്ക് ഏത് കളറാണ്? ഗ്രീൻ അടിക്കാം ഗൈസ്. ഗ്രീൻ ഇത്തിരി നല്ലതാണ്. അടുത്ത ദിവസം ഏത് കളർ അടിക്കണമെന്ന് നമ്മൾ പുതിയ വണ്ടിയായിട്ട് വരുന്നതായിരിക്കും കേട്ടോ ഗൈസ്. നല്ലൊരു വണ്ടി കൊണ്ടായിരിക്കും ഗൈസ് നമ്മൾ വരുന്നത്. അപ്പോൾ തൽക്കാലത്തേക്ക് ഗ്രീൻ അടിക്കാം. ടയർ കളർ ബ്ലൂ വേണ്ട, ഗ്രീന് തന്നെ അടിക്കാം. ഗ്രീൻ തന്നെ ആയിരിക്കും രസം ഗൈസ്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ മാൻഷനിലേക്കാട്ടോ ഗൈസ് പോകുന്നത്. ഒരു സീക്രട്ട് ഉണ്ട്, നിങ്ങൾക്ക് ചിലവർക്ക് അറിഞ്ഞൂടെ, ചിലവർക്ക് ചിലപ്പോൾ അറിയായിരിക്കും. ഇത് ഭയങ്കര ഒരു സീക്രട്ടാണ് ഗൈസ്. ഈ സീക്രട്ട് ആർക്കും ഈ ഗെയിമിലത്തെ ഇത് അറിയില്ല. ഇത് ഭയങ്കര മിത്താണ്. ഈ ഗെയിമിന് ഓണർക്ക് തന്നെ അറിയുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ ഗൈസ്. ഇത് ഞാൻ തന്നെ കണ്ടുപിടിച്ചതാണ് ഗൈസ്. നേരെ നമ്മൾ മാൻഷനിലേക്ക് പോവാണ്. ഇനി മാൻഷനിലെത്തിയിട്ടാണ് ഇനി ബാക്കി കാര്യം ഗൈസ്. നമ്മൾ നേരെ മാൻഷനിലേക്ക് പോകാണ്. പാർക്ക് നോക്കിയ വണ്ടി, കിലോമീറ്റർ പറയണ്ട. സീൻ വണ്ടി. പിന്നെ M5 ഒക്കെ ഇങ്ങനെ തന്നെ ആയിരിക്കും. അവിടെ SVG പണിയായിട്ടേ കേട്ടോ ഗൈസ്. മറ്റേനാണെങ്കിൽ മറ്റേ നീല M5 കൊണ്ടാകാൻ ഈ സർവീസിൻ്റെ അവിടെ കൊണ്ടിട്ടുണ്ട്. അന്നേരം പോയി. ഞാൻ കുറച്ചാളത്തേക്ക് ഉണ്ടാവില്ല യൂട്യൂബിൽ ഗൈസ്. എൻ്റെ ഒരു കസിൻ ഉണ്ട്, റീസാന്ന് പറഞ്ഞിട്ടുള്ള ഒരു കസിൻ കേട്ടോ. അവള് ചിലപ്പോൾ യൂട്യൂബിൽ ഉണ്ടാവും. ഓക്കെ ഗൈസ്, ഇനി പറ. ഒരാളെ നമുക്ക് ഫ്രണ്ട് റിക്വസ്റ്റ് ഇട്ടാവും നേരത്തെ. ആരാണെന്ന് പറഞ്ഞൂടാ, ആക്സെപ്റ്റ് ചെയ്തു. എനിക്ക് കുറേ ഫ്രണ്ട്സ് ഉണ്ട് കേട്ടോ ഗൈസ്. നമ്മുടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഇനിയും കണ്ടോ, ഞാൻ സീക്രട്ട് കാണിച്ചു തരാം. TCS ഇടണം കേട്ടോ. TCS ഇട്ടിട്ട് ആക്സിലേഷൻ ഇട്ടിട്ട് വേണം ബൈക്ക് ഓടിക്കാൻ. ഇട്ട് ഇറങ്ങി കൊടുത്തു കഴിഞ്ഞാൽ കണ്ടോ വണ്ടി തന്നെ ഡ്രിഫ്റ്റ് അടിച്ചുകൊണ്ടിരിക്കും, ഗ്യാസ് അപ്പ് ചെയ്തുകൊണ്ടിരിക്കും. വണ്ടി ഇങ്ങനെ പുക എത്തിക്കൊണ്ടിരിക്കും കേട്ടോ. നമ്മൾ ഇങ്ങനെ ഡ്രിഫ്റ്റ് അടിച്ചുകൊണ്ടിരിക്കും. ആരുടെ ആവശ്യം വേണ്ട ഗൈസ്. ഇങ്ങനെ തന്നെ ഇങ്ങനെ കിടന്ന് ഡ്രിഫ്റ്റ് അടിച്ചുകൊണ്ടിരിക്കും ഗൈസ്. എന്തൊരു അത്ഭുതമാണ് ഇത്. ഞാൻ തന്നെ കണ്ടുപിടിച്ച കേട്ടോ ഗൈസ്. എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. റോബ്ലോക്സിൽ കാർ ഡ്രൈവിംഗ് അൾട്ടിമേറ്റ് കേട്ടോ ഗൈസ് ഈ ഗെയിമിൻ്റെ പേര്. ഈ ഗെയിം ഉണ്ടാക്കിയ ആൾ ഭയങ്കര അടിപൊളിയാണ് കേട്ടോ ഗൈസ്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഗെയിമാണ് റോബ്ലോക്സിൽ കാർ ഡ്രൈവിംഗ് അൾട്ടിമേറ്റ്. ഏതാ സാധനം, സീൻ വിഷയം. വണ്ടി നമ്മളിവിടെ കിടന്ന് ഡ്രിഫ്റ്റ് അടിച്ച് ടയറൊക്കെ അടിപൊളിയായിട്ട് ഡ്രിഫ്റ്റിൻ്റെ കിങ്ങാക്കി കളയും നമ്മൾ. അല്ലെങ്കിൽ ഡ്രിഫ്റ്റിൻ്റെ കിങ്ങാണ് BMW ബയർഷെ മൊട്രോളൻ വർക്ക്. ബയർഷെന്നും പറയും, എന്നാലും സീൻ വണ്ടി. ബവേറിയെന്നും പറയും കേട്ടോ ഗൈസ്. ബവേറിയെന്നും ബയർഷെന്നും പറയും. ഇതിൽ ഏതാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. വിഷയം വണ്ടി. ബവേറിയൻ മോട്ടറോളൻ വർക്കാന്ന് അല്ലെങ്കിൽ ബയർഷെ മോട്ടറോളൻ വർക്കാന്ന് കണ്ടാണ്. എൻ്റെ സ്കില്ല് കാരണം ഇടിച്ചില്ല, വണ്ടി പിടിച്ചാട്ടൂല കേട്ടോ. അപ്പോൾ ഞാൻ ഗിയർ അങ്ങനെ മാറ്റിയിട്ട് റിവേഴ്സ് അങ്ങോട്ട് എടുക്കും, അല്ലെങ്കിൽ ബൈക്ക് ഓടിച്ചാൽ തെന്നി പോവും. ഏതോ ഡ്രിഫ്റ്റ്. നമ്മുടെ വണ്ടി നേരെ ഗരാജിലേക്ക് ഇടാം. ഞാൻ ഒരു ഔറ കാണിച്ചു തരാം കേട്ടോ ഗൈസ്. സീൻ ഔറയാണ് ഗൈസ്. സീൻ എന്ന് പറഞ്ഞാൽ അടിപൊളി. വിഷയം സാധനം. വണ്ടീൻ്റെ ഔറൊക്കെ ഹെഡ്ലൈറ്റ്. കളർ ഗ്രീൻ ഇട്ടപ്പോൾ തന്നെ ഒരു ഔറ ഫീൽ ചെയ്യണം.
വണ്ടി പറക്കണ ഒരു ഫീലാണ് ഗൈസ്. ഏതാ ഇങ്ങനത്തെ ഒരു വണ്ടി എനിക്ക് റിയൽ ലൈഫിലുണ്ടെങ്കിൽ പിന്നെ ഞാൻ നൗറേൻ്റെ ഒരു മാസ്റ്ററായി പോകും ഗൈസ്. എന്തായാലും ഞാൻ ഡ്രിഫ്റ്റ് അടിക്കും. ഭയങ്കര ഇഷ്ടമുള്ള വണ്ടിയാണ് ഗൈസ് BMW. നമ്മളിനി M3 കോമ്പറ്റീഷനും M4 കോമ്പറ്റീഷനും എടുക്കും കേട്ടോ ഗൈസ്. കോമ്പറ്റീഷൻ സ്പോർട്സ്. എന്തായാലും നമുക്ക് ഗെയിം കളിക്കാം. എനിക്ക് ഇത് കളിച്ച് മടുത്ത്. അപ്പോൾ ഞാൻ ഗെയിം കളിക്കാൻ പോകുന്നുണ്ട് ഗൈസ്. എന്താണ് ഒരു വണ്ടീൻ്റെ ഡോർ വെക്കണ സൗണ്ട്? വണ്ടീൻ്റെ ഡോർ വെക്കണ സൗണ്ട് കേൾക്കുന്നുണ്ടല്ലോ. ഇതെവിടുന്നാ? വെയിറ്റ് എന്തോ പന്തികേടുണ്ടല്ലോ. തോന്നണേരി. പിന്നെ സൗണ്ട് കേൾക്കുന്നുണ്ട്. എന്താണ് വണ്ടീൻ്റെ ഒക്കെ സൗണ്ട് കേൾക്കുന്നുണ്ടല്ലോ. ലംബോർഗിനിയാണോ? ലംബോർഗിനിയുടെ സൗണ്ടും കേൾക്കുന്നുണ്ട്, ഡോർ വെക്കണ സൗണ്ടും കേൾക്കുന്നുണ്ട്. എൻ്റെ M5 കളിക്കുന്നുണ്ടോളാ. ഗരാജ് അടച്ചിട്ടേക്കാം. പിന്നെ വണ്ടിയിലാരും കളിക്കാം. പിന്നെ സൗണ്ട് കേൾക്കുന്നുണ്ടല്ലോ. വണ്ടീൻ്റെ സൗണ്ട് ഏതാണ്ട് ലംബോർഗിനി പറഞ്ഞൂലേ, അതിൻ്റെ സൗണ്ട് ഉണ്ട് ഗൈസ്. നിങ്ങൾക്ക് കേൾക്കാൻ പറ്റൂല ഗൈസ്. ഞാൻ കളിച്ചപ്പോൾ എനിക്ക് കേൾക്കാൻ പറ്റും. നിങ്ങൾക്ക് ഞാൻ പറയുന്നത് അത്ര കേൾക്കാൻ പറ്റുള്ളൂ ഗൈസ്. സോറി. ലംബോർഗിനീൻ്റെ സൗണ്ട് കേട്ടോ ഗൈസ്. എനിക്ക് എന്തായാലും ഉറപ്പാണ്. എനിക്ക് എല്ലാ വണ്ടീൻ്റെ സൗണ്ട് അറിയാം. സംശയിക്കരുത്. എനിക്ക് ഏത് വണ്ടി കണ്ടാലും അറിയാം ഗൈസ്. ഞാൻ ഒരു വണ്ടി പ്രാന്തനാണ്. എന്നാലും ഈ ലംബോർഗിനി എവിടുന്നാ? എന്തായാലും ലംബോർഗിനിയാണ് ഗൈസ്. എൻ്റെ ഒരു ലംബോർഗിനി ഉണ്ട്. എല്ലാ ലംബോർഗിനിയും ഞാൻ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ എല്ലാത്തിൻ്റെ സൗണ്ടിൽ ഇതൊരു ഹുറാക്കൻ്റെ സൗണ്ടാണ് ഗൈസ്. ഹുറാക്കൻ്റെ സൗണ്ടാണ് എനിക്ക് കിട്ടുന്നത് ഗൈസ്. ലംബോർഗിനി ഹുറാക്കനാണ് ഗൈസ്. ഇത് ലാസ്റ്റ് എടുക്കണ ഓറഞ്ച് ഹുറാക്കനാണോ അതോ ഗ്രീൻ ഹുറാക്കനാണോ എന്ന് എനിക്ക് ചെറിയ സംശയമുണ്ട്. എന്തായാലും ഓറഞ്ച് ആയിരിക്കും എനിക്ക് തോന്നുന്നത്. അതിനൊരു സൗണ്ട് എഫക്റ്റ് എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ ആരാണ്ട് ഡോർ വെക്കണ സൗണ്ടൊക്കെ കേൾക്കുന്നു. ഇതെവിടുന്നാ എന്നേന്നൊന്നും എനിക്കറിഞ്ഞൂടാ. നമ്മൾക്ക് M5 എടുത്തോണ്ടും പോയാലാ? അതിന് മുമ്പ് ഇതെവിടുന്ന ഈ സൗണ്ട്? എന്നാലും ഇതെവിടുന്നായിരിക്കും? ഇതിവിടെ എങ്ങും കാണുന്നില്ല. നമ്മുടെ M5 എടുത്തോണ്ട് പോവാം. സീൻ വണ്ടിയല്ലേ. എന്തൊരു സൗണ്ടാണ് ഗൈസ് M5ൻ്റെ. സൗണ്ട് കുറച്ച് വയ്ക്കാം. നല്ല സൗണ്ട് കേട്ടോ ഗൈസ്. എത്ര സൗണ്ട് കുറച്ച് വെച്ചിട്ടും നല്ല സൗണ്ട്. എക്സോസ്റ്റ് മാറ്റി വെച്ച പോലെ. ശരിക്കും ഗൈസ് ഞാൻ ഈ വണ്ടി എടുത്തിട്ട് എക്സോസ്റ്റ് ഒന്നും മാറ്റിയില്ല. ഞാൻ പെയിൻറ്റും ഇതൊക്കെ മാറ്റിയിട്ടുള്ളൂ. പക്ഷെ ഇത്ര സൗണ്ട് എവിടെ നിന്നാണ് ഇത് എനിക്കറിഞ്ഞൂടാ ഗൈസ്. ഒക്കെ നമ്മുടെ ബിസിനസ് പ്ലേസിലേക്ക് പോവാം. ഇവിടെ ഒന്നും കാണുന്നില്ല. കുറച്ച് ദൂരെയാണ് ഗൈസ്. അവിടെ പുതിയ ബിസിനസ്സാട്ടോ ഗൈസ്. അതുകൊണ്ട് എനിക്ക് വഴി അറിഞ്ഞൂടാ. മാപ്പൊക്കെയാണ് പോണേ. ആക്സിലേഷൻ കണ്ടോ? കട്ടപ്പാപ്പാണ് ഗൈസ് വണ്ടി. കിലോമീറ്റർ ഉണ്ടോ? 200 കയറി ഗൈസ്. ഇവിടെ ഒരു വളവ് കാണാനില്ല. നമുക്ക് ലെഫ്റ്റിലേക്കാണ് പോകേണ്ടത്. ഇവിടെ ഒന്നും കാണുന്നില്ല. വണ്ടി ഇടിച്ചിട്ട് ഒന്നും പറ്റിയില്ല കേട്ടോ ഗൈസ്. ബയറിഷില്ലേ, നമുക്ക് ആ ചെളീൻ്റെ റോഡിൽ കൂടെ പോവാം. ഏതാണ്ട് പെട്രോൾ പമ്പൊക്കെ ഉണ്ട്. എനിക്കതുകൊണ്ട് ആ വഴി പോവാണ്. പക്ഷെ ഇവിടെ ഒന്നും കാണുന്നില്ല കേട്ടോ. നമ്മുടെ ബീച്ച് ഹൗസിൻ്റെ അടുത്തങ്ങണ്ട
പക്ഷെ അവിടുന്ന് ഇത് മാറ്റി, കമ്പനി മാറ്റിയാണ്. എന്തായാലും നമുക്ക് ബീച്ച് ഹൗസിൻ്റെ അടുത്തേക്ക് പോയി നോക്കാം. അവിടെ ഇപ്പോൾ ലോക്കഡാണെങ്കിൽ നമുക്ക് തിരിച്ചു പോകാം. അവിടെ ലോക്കഡാണ്. ഓക്കെ, അപ്പം നമുക്ക് തിരിച്ചു പോകാം. ഈ വഴി പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് കാണാൻ പറ്റും. അപ്പം അതൊക്കെ വലുതാക്കിയതാണ് ഗൈസ്. അങ്ങനെ നമ്മുടെ വണ്ടി ഇങ്ങനെ പോവാണ് ഗൈസ്. കട്ട പാപ്പല് ഗൈസ്. ഏതാ സാധനം? കിടു. നല്ല സൗണ്ട് ഉണ്ട് ഗൈസ്. സോറി ഗൈസ്, ഇതിൽ ഗെയിമിൻ്റെ സൗണ്ട് നിങ്ങൾ കേൾക്കാൻ പറ്റൂല. ഓ, സ്ലോക്ക്. ആ കാണുന്നതാട്ടോ ഗൈസ്. അതാട്ടോ ഗൈസ്. അത് നോക്കി ഈ പാർക്കിങ്ങിലോട്ടിലേക്കിടാം. ആ വഴി കൂടെ തിരിഞ്ഞാണോ ഇങ്ങളേക്ക് പോകാൻ. ഇവിടേക്ക് എൻട്രി വേണമെങ്കിൽ ഈ വഴി പോകണം ഗൈസ്. ഔറ കാണിച്ചു തരാം കേട്ടോ ഗൈസ്. BMW ഔറ ഇതാണ് ഗൈസ്. എൻ്റെ ഹെഡ്ലൈറ്റ് ഒന്ന് നോക്കി. ഈ ഏതാ സാധനം? ഓ, സീൻ പൊളി സാധനം. ഓ, ഹെഡ്ലൈറ്റൊക്കെ ഒന്ന് നോക്കി. ഏതാണിത്? ഓ, അടിപൊളി സാധനം. ഞാൻ എവിടെയും കണ്ടിട്ടില്ല ഗൈസ്. കിഡിലല്ലേ വണ്ടി. ഓ, അവിടെ നമുക്ക് ആ ഗ്യാസ് പിന്നെ ഇത് ചെയ്യാട്ടോ ഗൈസ്. ടെക്നിക്ക് കണ്ടോ, ബാക്കിൽ നിന്നിട്ട് ഇത് കിടന്ന് ഇതാക്കണം. ലീഡർ ബോർഡിൽ ഞാനോ ടോപ്പ്. ഇപ്പോഴും ആരും എന്നെ വെട്ടിച്ചിട്ടില്ല. ഞാൻ ആ ഫസ്റ്റ് പാർട്ട് എടുത്തില്ലേ, ആ എടുത്ത പിന്നെ ഞാൻ റോബ്ലോക്സ് ഡിലീറ്റ് ചെയ്തിട്ട് ഗൈസ്. ബാൻഡാണെന്നൊക്കെ ഞാൻ കേട്ടായിരുന്നു. പക്ഷെ ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ ഇന്ത്യയിൽ അത് ബാനല്ലാന്ന് കേട്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഡൗൺലോഡ് ചെയ്തത്. ഓ, ഒക്കെ വണ്ടി അവിടെ പാർക്ക് ചെയ്യാം. നേരെ ഇങ്ങോട്ടേക്ക് ഉണ്ടാവും. ഓക്കെ, പോട്ടെ. സ്ട്രൈറ്റ് എടുത്തോ. ഓക്കെ, ഇത്തിരി കൂടി. ആ, ഇത് മതി. സീൻ വണ്ടി. എൻജിൻ നോക്കട്ടെ. എൻജിനൊക്കെ സീനാട്ടോ ഗൈസ്. M5 ഇങ്ങനെ വേണം.